മാങ്ങ വാങ്ങി കടയിൽ നിന്ന് കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചു. അത് ഒരു പിക്കിളിടാനുള്ള പ്ലാനാണ്. അതൊക്കെ എല്ലാം ഒന്ന് പതുക്കെ കഴുകിയെടുത്തു. കഴുകിയെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിനകത്ത് വെള്ളത്തിൻ്റെ ഒരു അംശം ഇരിക്കാൻ പാടില്ല. അതൊന്ന് ശരിക്കും കഴുകിയിട്ട് ഒന്ന് ഡ്രെയിൻ ചെയ്ത് വെക്കണം. സ്ട്രെയിനകത്തോട്ട് ഞാൻ വെച്ചു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതെല്ലാം കട്ട് ചെയ്തെടുക്കണം. കുറേയേറെ മാങ്ങയുണ്ട്, അപ്പോൾ അതെല്ലാം കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് നേരം എടുക്കും. അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ കുറേ നേരം എടുക്കും. ഒരുവിധം കട്ട് ചെയ്ത് കഴിഞ്ഞു. എല്ലാം വലിയ പുളിയൊന്നും ഇല്ലാത്ത മാങ്ങ, കുറച്ച് പഴുക്കാറായി വരുന്നു. പഴുത്തിട്ടില്ല, എന്നാലും ഒരു ഓൾമോസ്റ്റ് ഗോയിങ് ടു റൈപ്പ്. ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അതിൽ കുറച്ച് ഉപ്പ് പൊടി ഇട്ട് ഒന്ന് അടുപ്പിൻ്റെ കീഴിൽ വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കും. അല്ലെങ്കിൽ അത് കുറേ വെള്ളത്തിൻ്റെ ആ കണ്ടൻറ്റ് ഇരുന്നാൽ അച്ചാറിടുമ്പോൾ അങ്ങ് ഭയങ്കരമായിട്ട് വെള്ളം വരും, പിന്നെ ഇരിക്കില്ല. അപ്പോൾ ഞാനത് ഞാൻ ചൂടാക്കിയിട്ടിരിക്കുക ഒരു 450-ൽ. ഇങ്ങനെ ബാക്കിയൊക്കെ മുകളിൽ അടുപ്പിൽ കായോ ഒക്കെ ചൂടാക്കി എടുത്ത് വരുമ്പോഴേക്കും ഇതൊന്ന് 10 to 15 മിനിറ്റ്സ് ഒന്ന് ഷ്രിങ്ക് ആകും. അതിൻ്റെ വെള്ളം ഞാൻ പ്രീഹീറ്റ് ചെയ്ത അവനിൽ വെച്ചിരിക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ കായം ഒന്ന് ചൂടാക്കിയെടുത്തു. കായം ചൂടാക്കി കുറച്ച് നേരം ചൂടാക്കി കഴിയുമ്പോൾ അത് കുറച്ചിങ്ങനെ പൊട്ടി വരും. അത് പൊട്ടിച്ചെടുക്കും. അത് കായം ഒന്ന് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. ആ സമയത്ത് കുറേ പാത്രങ്ങളൊക്കെ ഇല്ലേ, അതങ്ങ് കഴുകി വെക്കാം. അല്ലെങ്കിൽ പിന്നെ എല്ലാം ക്രൗഡഡ് ആകും. അപ്പോഴേ കുറേയൊക്കെ കഴുകിയാൽ ഒത്തിരി അങ്ങ് കൂടത്തില്ല. ഇനി ഒരു പിക്കിളിടുന്ന ഒരു പ്രോസസ്സിലോട്ട് കിടക്കുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വാങ്ങി. ഈ സമയത്ത് ഞാൻ ചൂടാക്കിയിട്ട കായം ഒന്ന് മെൽറ്റായി. ഇച്ചിരി കൂടെ തണുക്കണം, എന്നാലേ അതിനെ ഒടിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഒരു വലിയ പാത്രമൊക്കെ എടുത്ത് അടുപ്പിൽ വെച്ചു. ഇനി അതിന് വേണ്ടത് കുറച്ച് കടുക് പൊടി. കായം ഞാൻ പൊട്ടിച്ചെടുത്തു. പിന്നെ മുളകില്ലേ, റെഡ് ചില്ലി, അതും കുറച്ചിടും. ജിഞ്ചർ പേസ്റ്റ്, അതൊക്കെ പേസ്റ്റായിട്ട് ഇടുന്നതുകൊണ്ട് അതൊന്ന് ഫ്രഷായിട്ട് കട്ട് ചെയ്ത് അരിയുന്ന സമയമൊക്കെ എനിക്ക് ലാഭിക്കാം, സേവ് ചെയ്തെടുക്കാം. ഇത് ഗാർലിക് പേസ്റ്റ്. പിന്നെ ഇത് ഓയിൽ, സാധാരണ ജിഞ്ചറി ഓയിൽ. അതിൽ അച്ചാറിട്ടാൽ പിക്കിളൊക്കെ കുറേ നാൾ ഇരിക്കുകയുള്ളൂ. അതിൻ്റെ ഒരു ഫ്ലേവറും ഒത്തിരി നല്ലതാണ്. ഞാനെപ്പോഴും പറയും 100% നമ്മളെപ്പോഴും ജിഞ്ചറി ഓയിലിൽ തന്നെ പിക്കിൾ ഇടാൻ നോക്കണം. എൻ്റെ ഇഷ്ടം അങ്ങനെയാണ്, ഞാൻ അങ്ങനെ തന്നെ ചെയ്യുക. അപ്പോൾ പാത്രം വെച്ചു, കുറച്ച് കടുക് പൊട്ടിച്ചു. അതിൻ്റെ കൂടെ മേത്തിയില്ലേ, ഉലുവ സീഡ് ഇട്ടു. പിന്നെ ഞാൻ ചൂടാക്കി പൊട്ടിച്ച് വെച്ച കായം ഇട്ടു. ഇനി ഞാൻ കായത്തിൻ്റെ കുറച്ച് പൗഡറും കൂടി ഇടും. അത് ഒരു ഇഷ്ടം, അത് വലിയ മാൻഡറ്റോറി ഒന്നുമല്ല, അതും ഇടും. കായം കൂടി നിൽക്കും തോറും അച്ചാർ ഇരിക്കുമ്പോൾ അച്ചാറിനൊരു ഫ്ലേവർ വരും. അതൊക്കെ എൻ്റെ തീരുമാനമാണ് കേട്ടോ. അതും ആവശ്യമുള്ള നിങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാം. ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ മുളകിട്ടു, ചൂടായി വരും. കരിയാതെ നോക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ പറ്റത്തില്ല, അവിടെ തന്നെ നിൽക്കണം. അത് ചൂടായി, മുളകിന് ചൂടായി. അത് കടുക് പൊടിച്ചതാണ്. അത് എനിക്കിഷ്ടമുള്ളൊരു സാധനം, അച്ചാറിൽ കടുക് പൊട്ടിച്ചിടുക. അതും കുറച്ചിട്ട്, ഓവർ വേണ്ട, കുറച്ച് മതി. മാങ്ങയല്ലേ, മാങ്ങയ്ക്ക് അധികം ഒന്നും ആവശ്യമില്ല. മെത്തി പൗഡറാണ്, അത് ഇച്ചിരി ഇട്ടു. അതിൻ്റെ ഉലുവൻ്റെ സീഡും ഇട്ടു, പൊടിയും ഇട്ടു. ഇനിയും കുറച്ച് ജിഞ്ചർ പേസ്റ്റ് ഇടാം.
ഇതൊരു 4 to 5 സ്പൂൺസ് ഇടാം. ദാറ്റ്സ് ഡിപ്പെൻസ് അപ്പോൾ അവർ ഫ്ലേവർ. നമ്മളുടെ ഇഷ്ടത്തിന് തന്നെ നമുക്ക് ഇടാം. അതിലത്ര ഇടണമെന്നൊന്നും നിയമമൊന്നുമില്ല. നമുക്ക് എങ്ങനെ തോന്നണോ അത്ര ഇടാം. അതൊന്ന് ചൂടായി വന്ന് കഴിയുമ്പോഴേക്കും ചൂടാഴ്ച നേരം എടുക്കും. അതിൻ്റെ എല്ലാം വെള്ളം കണ്ടൻറ്റ് തീർക്കുക എന്നുള്ളതാണ് പിക്കിളിൻ്റെ ഒരു മെയിൻ കോറ്. വെള്ളം ഇരിക്കുകയാണെങ്കിൽ അത്ര സുഖമാവില്ല, കൊള്ളത്തില്ല. വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഒട്ടും ഉണ്ടാകാൻ പാടില്ല പിക്കിൾ കുറേ നാളിരിക്കണമെങ്കിൽ. ഇത് അടുത്ത പേസ്റ്റ്, ഐ തിങ്ക് ദിസ് ഇസ് ഗാർലിക് പേസ്റ്റ്. അത് ഇട്ടു. അതും ഇടാം. അതിനൊരു എനിക്ക് ക്വാണ്ടിറ്റി റേഷ്യോസ് ഒന്നുമില്ല. ഞാൻ അധികം അത് പുറത്ത് വരണ്ട ടേസ്റ്റ്. പിന്നെ ഇതെല്ലാം ഇട്ടാലേ പിക്കിളാകുള്ളൂ. ഇതിൻ്റെ എല്ലാം കൂടി ഒരു കോമ്പിനേഷൻ ആണല്ലോ പിക്കിൾ. പിന്നെ ആസ് യൂഷ്വൽ എന്താ പറയുക, മഞ്ഞളിട്ടു, മുളക് പൊടി ഇട്ടു. അതും പിന്നെ 4 to 5 സ്പൂൺസ്, ഓൾമോസ്റ്റ് 80% of പിക്കിൾ. ഇത് വിനീഗർ ഞാൻ ചൂടാക്കി വെച്ചു. എനിക്ക് ഒരു സംശയം, വിനീഗറിലും വെള്ളത്തിൻ്റെ കണ്ടൻ്റ് ഉള്ളതുകൊണ്ട് ഞാൻ വിനീഗറും ഒന്ന് ചൂടാക്കും, തിളപ്പിക്കും. അത് ബോയിൽ ചെയ്ത് വരുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും വെള്ളത്തിൻ്റെ ഒരു ഡ്രോപ്ലെറ്റ് ഉണ്ടെങ്കിൽ അതും പോകും. അപ്പം അത് ഞാൻ ചൂടാക്കി, ആക്ച്വലി അത് ബോയിൽഡാണ്. അത് ഇട്ടു. പിന്നെ കുറച്ച് ജിഞ്ചർ പൗഡർ ഇട്ടു. ഓൾറെഡി ജിഞ്ചർ പേസ്റ്റ് ഇട്ടു, ജിഞ്ചറിൻ്റെ പൗഡർ ഇട്ടു. പിന്നെ ഞാൻ കുറച്ച് ഷുഗർ ഇട്ടു, ഒരു ശകലം ഷുഗർ. ഈ മുളകിൻ്റെയൊക്കെ ഒരു ആക്ച്വൽ ടേസ്റ്റ് ഒന്ന് പുറകോട്ട് പോകാൻ, ഒന്ന് മുളകിൻ്റെ എല്ലാ സീസണിങ്ങിൻ്റെയും കൂടി പോകാൻ ശകലം ഷുഗർ ഇട്ടു. ഇനി ഞാൻ മാങ്ങ അടുപ്പിൻ്റെ കീഴിൽ വെച്ചില്ലേ 450 ചോട്ടിൽ, അത് ഞാൻ പുറത്തെടുത്തു. ഒരുവിധമൊക്കെ അതിൻ്റെ വെള്ളം പോയി കാണും. വെള്ളം പോകാതിരുന്നാലും ഉപ്പിൻ്റെ വെള്ളമായിരിക്കും വരിക. അത് വേണമെങ്കിൽ ഒഴിക്കാം, വേണമെങ്കിൽ ഒഴിക്കണ്ട. ഞാനൊഴിച്ചു, മാങ്ങയുടെ തന്നെ വെള്ളമല്ലേ. പക്ഷെ മാങ്ങ ഒന്ന് ഷ്രിങ്കാകും. ഇനി അത് ഇതിനകത്തോട്ട് എടുത്തിടുക. ഇടുമ്പോൾ സൂക്ഷിക്കണം, കുറച്ച് ഭാരമുണ്ട് അതിന്. അപ്പോഴത്തേക്ക് ഈ ഇട്ടതെല്ലാം കൂടി ഒന്ന് സെറ്റായി വരട്ടെ. അതും കുറച്ച് നേരം എടുത്തു ഒന്ന് സെറ്റായി വരാൻ. ബാക്കിയുള്ള വിനീഗർ ഒഴിച്ചു. ഇനി ഞാൻ മാങ്ങ ഇടാൻ പോകുക. അത് ആ ട്രെയിലോട്ട് എടുത്തിടാനൊരു ധൈര്യമില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് പാത്രത്തിലാക്കിയിട്ട് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. എല്ലാം കൂടി എടുത്ത കൈമ നിന്നില്ലെങ്കിൽ തീർന്നില്ലേ കഥ. അതുകൊണ്ടാണ് ആ പണി ചെയ്തത്. കുറച്ചപ്പോഴത്തേക്ക് അത് ഞാൻ അടുപ്പിൻ്റെ ഓവനിൽ വെക്കുമ്പോൾ ഇറ്റ് വാസ് ഫുൾ. അപ്പോൾ അത് കുറച്ച് നേരം 10 to 15 മിനിറ്റ്സിൻ്റെ അടുപ്പിന് കീഴിൽ വെച്ച് കഴിഞ്ഞപ്പോൾ അത് ഹാഫായെന്ന് വെച്ചാൽ വെള്ളമെല്ലാം കുറച്ചൊന്ന് പോയി. ഇതിനകത്ത് ഇത് റെഡിയായി, പിക്കിൾ ഓൾമോസ്റ്റ് റെഡിയായി. കുറച്ച് നേരം ഞാൻ മാങ്ങ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഒരു ഇഷ്ടമുള്ളത് അത് പിന്നെ വേവണ്ട. അതിൻ്റെ അപ്പോൾ ക്രഞ്ചിനെസ്സും അപ്പോഴേ പോകും. മാങ്ങ ഇട്ട് കഴിഞ്ഞാൽ തീ അടച്ചു. ഇനി ആ ഹോട്ട് പ്ലേറ്റിൽ കുറച്ച് ചൂടില്ലേ, ആ ചൂടിലിരുന്നു. ഇനി അത് തണുക്കാൻ വെക്കണം. ഒരു 2-3 ഡേയ്സ് പുറത്തിരുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ജാറിലാക്കി റെഫ്രിജറേറ്റ് ചെയ്ത് വെക്കാം. ഇത്രയേ ഉള്ളൂ കാര്യം, വളരെ ഈസി.